പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് താൻ കാരാഗൃഹത്തിൽ കിടന്ന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ഫിലിപ്പിയരോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഈ അപ്പോസ്തലനായ പൗലോസിന് കാരാഗൃഹത്തിൽ കിടന്നിട്ടാണ് ഫിലിപ്പിയർക്ക് ഈ ലേഖനം എഴുതുന്നത്. കാരാഗൃഹത്തിൽ കിടന്ന് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ കാരാഗൃഹത്തിലാണ് കിടക്കുന്നത്, പക്ഷേ നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച നമ്മുടെ ഉടമസ്ഥനായ ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു തലമുടി നാര് പോലും കീഴെ വീഴുന്നില്ല. ആ തലമുടി നാരുകളെ മുഴുവനും എണ്ണുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഈ പ്രയാസങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ആൻസർ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ വിശ്വാസത്താൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ബൈ ഫെയ്ത്ത് നമ്മൾ കിട്ടി എന്ന് നമ്മൾ വിചാരിച്ച് ദൈവത്തിന് നന്ദി ഇരിക്കണം. ആ ദൈവമാണ്. നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടരുത്. നമുക്ക് ദൈവമാണ് സമാധാനം വരുന്നത്. കാറ്റുകൾ കണ്ട് ഓളങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവനായ ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മോട് കൂടെയുണ്ട്. ആ ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. കാരാഗൃഹ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. നമുക്ക് മിത്രമായിരുന്നവർ നമ്മൾക്ക് ശത്രുക്കളായിരുന്നപ്പോൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ മാനസികമായി നമ്മൾ വിഷമിക്കരുത്. അതിലും വലിയവൻ, അവരെ സൃഷ്ടിച്ചവൻ, രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോടുകളൊക്കെ ആക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. നാം അവന്റെ വലം കരയിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ സകല വിശുദ്ധന്മാരും അവന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് നാം വായിക്കുന്നല്ലോ. ദൈവമക്കളെ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ തൊടുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നാളത്തെ പറ്റി നീ വിചാരപ്പെടരുത്. നാളത്തെ ദിവസം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തില് കർത്താവായ യേശുക്രിസ്തു വാമൊഴിയായി പറയുകയുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്ത് കുടിക്കുമെന്നും നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുത് അല്ലയോ? യഹോവയായ യേശു കർത്താവ് നമ്മൾ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി. നാളത്തെ ദിവസം നമ്മൾ വളരെ സമ്പാദ്യമൊന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്തു കുടിക്കും എന്തു തിന്നും എന്ന് വിചാരിച്ച് നീ വ്യാകുലപ്പെടേണ്ട. ഹല്ലേലൂയ. എന്ത് ഉടുക്കും ശരീരത്തിനായി ഒന്നും നീ വിരൂപിക്കരുത്. ഹല്ലേലൂയ. ആഹാരവും വസ്ത്രവും തരുന്നവൻ ആരാണ്? യഹോവയായ ദൈവമാണ്. എന്റെ ദൈവം ആണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലെ കൂടെ നീണ്ട 40 വർഷം യാത്ര ചെയ്തപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കീറിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. അവരുടെ ശരീരം വളരുന്നതിനനുസരിച്ച് വസ്ത്രവും വലുതായിക്കൊണ്ടേയിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. അവർ മരുഭൂമിയിൽ അവർക്ക് ആര് ആഹാരം കൊടുക്കുമെന്ന് ജനം നോക്കി. പക്ഷേ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു മന്നയെ വർഷിക്കുകയാണ്. കടലിലെ ലിവിയാഥാന്റെ തലകളെ തകർത്ത് കാടപ്പക്ഷിയെ പാളയത്തിന് ചുറ്റും നിർത്തി അവർക്ക് ഇറച്ചി കൊടുത്തു. അപ്പവും ഇറച്ചിയും ഏകദേശം 30 ലക്ഷത്തോളം ജനങ്ങൾക്ക് അപ്പവും ഇറച്ചിയും കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഇന്നലെയും ഇന്നും
നാളെയും നമ്മുടെ ദൈവമാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്, നിത്യപിതാവാണ്. അതുകൊണ്ട് ദൈവമക്കളെ, അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്ത് കുടിക്കുമെന്ന് എന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും ശരീരത്തിനായെന്നും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയ്ക്കൽ കൂട്ടിവെക്കുന്നുമില്ല. യേശു കർത്താവ് വീണ്ടും നമ്മെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപമ പറയുകയാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ വെക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവല്ലോ. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുകയില്ല. യേശു കർത്താവ് വളരെ സ്പഷ്ടമായി വിവരിച്ചു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, ആകാശത്തിലെ പക്ഷികളെ ഒന്ന് നോക്കൂ. ആ പക്ഷികൾ എന്താണ്? അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല. എങ്കിലും ഒരു പക്ഷിയും ഈ ലോകത്തിൽ ഒരു പക്ഷിയും വെള്ളമില്ലാത്തത് കൊണ്ടും ആഹാരമില്ലാത്തത് കൊണ്ടും മരിച്ചു വീഴുന്നില്ല. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്നു, ഞാൻ അവർക്ക് ആഹാരം കൊടുക്കുന്നു, ഞാൻ അവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു. നീ ആ പക്ഷികളെക്കാൾ മനുഷ്യരായ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ്, എൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഏദൻ തോട്ടം ദൈവം ആദാമിനെയോ ഹവ്വയെയോ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ആവശ്യമുള്ളത് എല്ലാം സൃഷ്ടിച്ചിട്ടാണ് ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവം സൃഷ്ടിച്ചതിന് വേണ്ടിയ ശേഷമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നീ വിചാരപ്പെടരുത്. ദൈവം പറയുകയാണ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല. നിങ്ങൾ അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ്. ഹല്ലേലൂയ. പക്ഷികളെക്കാൾ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ്. ഹല്ലേലൂയ. എങ്കിലും ആ പക്ഷികൾക്ക് ഞാൻ ഇതെല്ലാം കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്രയധികം, നിങ്ങൾ എൻ്റെ മക്കളാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. യേശു കർത്താവാണ് നമുക്ക് വേണ്ടി കരുതുന്നത്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതിനാൽ നമ്മുടെ എല്ലാ ചിന്താഗതിയും നമ്മൾ യേശു കർത്താവിന്റെ മേല് നമ്മൾ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മലായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുകൊണ്ടുവന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു ലോകത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താഗതവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, യേശു കർത്താവ് എന്താണ്? യേശു കർത്താവ് നമുക്ക് വേണ്ടി കരുതുകയാണ്, നമുക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുകയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സർവ്വ ചിന്താഗതിയും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ദൈവത്തിന്റെ മേൽ നമ്മളെ സകല ചിന്താഗതിയും ദൈവത്തിന്റെ മേൽ നമ്മൾ ഇട്ടുകൊള്ളുവീൻ. അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. നമ്മുടെ കുറിവാക്യം എന്താണ്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ വരുമ്പോഴൊന്നും നമ്മൾ പ്രയാസപ്പെടരുത്, നമ്മൾ വിഷമിക്കുകയും ചെയ്യരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, ഞാൻ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എങ്കിലും എനിക്ക് പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല, എല്ലാം ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സർവ്വഭാരങ്ങളും ചുമക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്.
നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നമുക്ക് വേണ്ടി എല്ലാം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ സർവ്വ ഭാരങ്ങളും നമ്മൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒന്നിനെ കുറിച്ചും നമ്മൾ വ്യാകുലപ്പെടരുത്. അവന്റെ സമാധാനം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, ഞാൻ നിത്യമായ സമാധാനം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തരുന്നു എന്ന് നമ്മോട് പറഞ്ഞ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ സർവ്വഭാരങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുക. ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. ദൈവത്തോട് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ നിത്യമായ സമാധാനം നമ്മൾക്ക് തരും. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.